നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ ഒരുപാട് കാലതാമസം വേണം എന്നാണ് പൊതുവിൽ എല്ലാവരും വിശ്വസിക്കുന്നത് അല്ലേ? പക്ഷേ വലിയൊരു സാമ്പത്തിക വിജയം നേടാനോ അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതം നേടിയെടുക്കാനോ വർഷങ്ങളുടെയൊക്കെ കഷ്ടപ്പാടുകൾ വേണമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ സമയവും കാലവും ഒന്നുമില്ലാത്ത, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഈ നിമിഷം തന്നെ നിലനിൽക്കുന്ന അദൃശ്യമായിട്ടുള്ള ഒരു ലോകമുണ്ട്. ശാസ്ത്രം അതിനെ ക്വാണ്ടം ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. കുറച്ചധികം വർഷങ്ങളായിട്ട് സൈക്കോളജി, ഹിപ്നോസിസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള വിധത്തിൽ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൻ്റെ അതിരുകളില്ലാത്ത കഴിവുകൾ എന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള സാധാരണ മാനിഫെസ്റ്റേഷൻ വിദ്യകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട്, ഒരു ശരാശരി വ്യക്തിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം വേഗതയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ അറിവ് നിങ്ങളുടെ ചിന്തകളിൽ പൂർണ്ണമായിട്ടും ഒരു മാറ്റം സംഭവിപ്പിക്കും. അതുകൊണ്ട് ഈ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണണം. ഉപബോധ മനസ്സ് എത്രമാത്രം വേഗത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ആദ്യം പങ്കുവയ്ക്കാം. നമുക്ക് അദ്ദേഹത്തെ തൽക്കാലം വിവേക് എന്ന് വിളിക്കാം. വിവേക് ഒരു IT കമ്പനിയിൽ വളരെ ഉയർന്ന ഒരു പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. രാത്രിയും പകലുമൊക്കെ വിശ്രമമില്ലാതെ ആഴ്ചയിൽ ഒരു 70 മണിക്കൂറോളം അദ്ദേഹം ജോലി ചെയ്തിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പൂർണ്ണമായിട്ടും തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു വിവേക് എന്നെ കാണാനായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ സംസാരത്തിനിടയിൽ തന്നെ വിവേക് വളരെ നിരാശയോടുകൂടി എന്നോട് പറയുകയാണ്, സാർ, എനിക്കിപ്പോൾ ശരിക്കും വേണ്ടതൊരു അവധിക്കാല യാത്രയാണ്, അതൊരു വെക്കേഷൻ. പക്ഷേ അതിനുള്ള സമയമോ അല്ലെങ്കിൽ അതിന് ചിലവാക്കാനുള്ള ഒരു പണം കണ്ടെത്താനുള്ള ഒരു മാനസിക അവസ്ഥയോ ഒന്നും എനിക്കിപ്പോൾ ഇല്ല. ഇതാണ് വിവേകിനെ ശരിക്കും അലട്ടിയിരുന്ന ഒരു അസ്വസ്ഥത. അപ്പോൾ ഞാൻ വിവേകിനോട് പറഞ്ഞു, തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു, നമുക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിലൂടെ തന്നെ ഈ പ്രപഞ്ചത്തോട് അത് ഒന്ന് അന്വേഷിച്ച് നോക്കാം, അല്ലെങ്കിൽ അതൊന്ന് ആവശ്യപ്പെട്ട് നോക്കാം എന്ന്. അതിനുവേണ്ടി വിവേകിനോട് ഒരു പേപ്പറിൽ വെറും ഒരക്ഷരം എന്ന് പറഞ്ഞാൽ വി എന്നുള്ള ഒരു അക്ഷരം, വി എന്ന് പറഞ്ഞാൽ വെക്കേഷൻ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതായത് നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്ന ഒരു ഷോർട്ട് കട്ട്, അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനു ചുറ്റും ഊർജ്ജ തരംഗങ്ങളെ സൂചിപ്പിക്കുന്ന ചില വരകളും കൂടി വരയ്ക്കാൻ ഞാൻ നിർദ്ദേശിച്ചു. അവിടെയും ഒരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട. നമ്മൾ ഈ ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു സിമ്പലില്ലേ, ആ വിധത്തിലുള്ള വരകൾ, അതായത് ഈ വി എന്നുള്ള വെക്കേഷൻ എന്നുള്ളതിലേക്ക് പ്രാപഞ്ചിക ഊർജ്ജങ്ങൾ വരുന്നു. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ വിധത്തിൽ അയാൾ കൃത്യമായിട്ട് ചെയ്തു. ഇനി ഞാൻ വിവേകിനോട് പറഞ്ഞ ഒരു കാര്യം, ഈ വി എന്നുള്ളത് കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വെക്കേഷൻ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് എന്ന് ഒന്ന് എഴുതാൻ പറഞ്ഞു. അപ്പോൾ വിവേക് അതിനൊരു 4 നിബന്ധനകൾ വെച്ചു. പ്രധാനമായിട്ട് അവിടെ ഒന്ന്, അയാൾക്ക് വളരെ ശാന്തമായിട്ടുള്ള ഒരു വിദേശ രാജ്യത്തേക്ക് പോകണം. അവിടെ എക്സാമ്പിൾ എന്ന് എഴുതിയിരുന്നത് ബാലി എന്നുള്ള രാജ്യമായിരുന്നു. 2, അതിനുവേണ്ടി അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കിയ പണത്തിലന്ന് ഒട്ടും ചിലവഴിക്കാൻ പാടില്ല. 3, കൃത്യം 7 ദിവസത്തെ യാത്രയായിരിക്കണം അത്. 4, ഒട്ടും ബോറടിക്കാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ ആയിരിക്കണം ആ യാത്ര. അപ്പോൾ ഇനി വേണ്ടത്, ഈ അവധിക്കാലം കിട്ടിയാൽ വിവേകിന് എന്ത് വൈകാരിക ഭാവമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി അനുഭവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ വിവേകിനെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഹിപ്നോട്ടിക് ട്രാൻസിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ആ ഹിപ്നോട്ടിക് ട്രാൻസിൽ, ആ മയക്കത്തിൻ്റെ അവസ്ഥയിൽ ആ യാത്ര ലഭിച്ചാലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിലുള്ളൊരു യാത്ര നമ്മൾ പോകുന്നില്ലേ, ആ സമയത്തുള്ളൊരു വലിയ സന്തോഷം, അത് ഉള്ളു തുറന്നിട്ടുള്ള ഒരു സന്തോഷം, അതുപോലെ വളരെ വലിയ ഒരു സ്വാതന്ത്ര്യം, പിന്നെ മനസ്സമാധാനം,
ഈ വൈകാരിക ഭാവങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഉപബോധ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ട് വിവേകിനെ ആ ഒരു ധ്യാനാവസ്ഥയുടെ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ട്രാൻസിൻ്റെ വളരെ ആഴങ്ങളിലേക്ക് ഞാൻ കൊണ്ടുപോയി. ചുറ്റുമുള്ള ലോകത്തെ പൂർണ്ണമായിട്ടും മറന്നുകൊണ്ട്, അയാൾ ഒരു വ്യക്തിയല്ല, അയാൾക്ക് സമയമില്ല, അല്ലെങ്കിൽ സ്വയം ഒരു വ്യക്തിയല്ല, എനിക്ക് സമയമില്ല, കാലമില്ല എന്നൊക്കെയുള്ള തോന്നലിലേക്ക് പൂർണ്ണമായിട്ട് മാറി. അതിരുകളില്ലാത്ത വെറും ഒരു ബോധം, അതായത് പ്യുവർ കോൺഷ്യസ്നസ്, ആ വിധത്തിൽ മാത്രമായിട്ട് മാറാനുള്ള നിർദ്ദേശം വിവേകിൻ്റെ ഉപബോധ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ തന്നെ കൊടുത്തു. ആ ഒരു ഹിപ്നോട്ടിക് ട്രാൻസിൻ്റെ അവസാനം വിവേക് കണ്ടതെന്ന് പറഞ്ഞാൽ ഉപബോധ തലത്തിൽ കണ്ട് അനുഭവിച്ചത് ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു. അത് അദ്ദേഹം പിന്നീട് പറഞ്ഞതാണ് കേട്ടോ. അയാളുടെ കാലുകൾ ഒരു വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ സ്പർശിക്കുന്നത്, വളരെ മനോഹരമായിട്ടുള്ള കടൽ തീരത്തിലെ സുന്ദരമായ വെള്ളത്തിൽ ഇങ്ങനെ സ്പർശിക്കുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയല്ല, ഒരു അനുഭവമാണ് ആ സമയത്ത് അയാൾക്ക് ഉണ്ടായിരുന്നത്രേ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളുടെ സെഷനെല്ലാം കഴിഞ്ഞു. വിവേക് മടങ്ങിപ്പോവുകയും ചെയ്തു. കഷ്ടി ഒരാഴ്ചയോട് ഒക്കെ അടുക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വിവേകിൻ്റെ ഫോണ് ഒന്ന് ശബ്ദിച്ചു അത്രേ. ഫോൺ എടുത്ത സമയത്ത് വിവേക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ കാരണം ഞാൻ പറയാം. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് വളരെ ആവേശത്തോടു കൂടി, ശരിക്കും വളരെ ആവേശത്തോടു കൂടി ഇങ്ങനെ പറയുകയാണ്, സാറേ, ആരും ഇത് വിശ്വസിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫോണിലെ വാർത്തയാണ് പറയുന്നത്. അയാളുടെ ഒരു പഴയ സുഹൃത്ത് വിളിച്ചിരുന്നതാണ്. അയാളുടെ കമ്പനിയിൽ നിന്ന്, ഈ പഴയ സുഹൃത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ബാലിയിലേക്ക് ഒരു സ്പോൺസേഡ് ട്രിപ്പ് കിട്ടിയിരുന്നു അത്രേ. പക്ഷേ ഈ സുഹൃത്തിൻ്റെ കൂടെ പോകേണ്ടിയിരുന്ന ഒരു വ്യക്തിയുണ്ട്, അയാളുടെ സുഹൃത്തുണ്ട്. അയാൾക്ക് വരാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ആ സുഹൃത്ത് വിവേകിനെ ക്ഷണിച്ചിരിക്കുകയാണ് ഈ ബാലിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ കമ്പനിയിലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പുമാണ് കൂടെയുള്ളത്, സുഹൃത്തിൻ്റെ കമ്പനിയിലാണ്. മാത്രമല്ല വിവേക് ഇതിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ചിലവഴിക്കേണ്ടതുമില്ല. ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം, അല്ലേ? ഇവിടെ നോക്കൂ, അയാൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അതേ വിധത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ മാറ്റം മാത്രം, കുഞ്ഞു മാറ്റം. 7 ദിവസത്തിന് പകരം അത് ഒരു 6 ദിവസത്തെ യാത്ര, ഒരു ദിവസം കുറഞ്ഞു. അതിനൊരു പക്ഷേ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും കേട്ടോ. വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം കൊണ്ടാണ് ഈ ആഗ്രഹിച്ചതെല്ലാം തികഞ്ഞ ശൂന്യതയിൽ നിന്ന് എന്നുള്ളതുപോലെ അയാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടായിരിക്കും ഈ അത്ഭുതം ഇത്ര പെട്ടെന്ന് തന്നെ സംഭവിച്ചത്? ഇത് വാസ്തവത്തിൽ വെറുമൊരു ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു കോയിൻസിഡൻസ് ഒന്നുമല്ല, മറിച്ച് നമ്മുടെ തന്നെ ഉപബോധ മനസ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സയൻസാണ്. അതായത് നിങ്ങളുടെ ഓരോ ചിന്തകളും പ്രപഞ്ചത്തിലേക്ക് ഒരു ഇലക്ട്രിക് സന്ദേശം പോലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങൾ പ്രപഞ്ചത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ട് തന്നെ മാറുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുമ്പോഴുണ്ടാകുന്ന ഒരു വികാരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ, ഇത് രണ്ടും കൂടി ചേർന്നിട്ട്, ഇലക്ട്രിക് ചാർജും കാന്തികതയും, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഈ രണ്ട് വാക്കുകളും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ചുറ്റും അതിശക്തമായിട്ടുള്ള ഒരു ആകർഷണ വലയം സൃഷ്ടിക്കപ്പെടും. അവിടെ നിങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരം വളരെ അത്ഭുതകരമായിട്ട് സംഭവിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്ന ഒരിടമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആശങ്കകളുണ്ടാകും. എന്താ ആശങ്ക? ഇത് എങ്ങനെ സംഭവിക്കും, എവിടെ നിന്ന് വരും, എങ്ങനെ വരും എന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് തല പുകയ്ക്കാൻ തുടങ്ങും.
വിവേകിൻ്റെ കാര്യം നോക്കൂ. വിവേക് ഒരിക്കലും പണം എങ്ങനെ വരും എന്ന് ചിന്തിച്ചില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. അയാളുടെ ഉപബോധ മനസ്സിലേക്ക് ഞാൻ നേരിട്ട് നിർദ്ദേശം കൊടുത്തതാണ്. അപ്പോൾ ബോധം അറിയുന്ന പോലുമില്ല. അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ അയാളുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ആ ഒന്നുമില്ലായ്മയിലേക്ക് യാത്ര ചെയ്തു. ഒന്നുമില്ലായ്മയിലേക്കെന്ന് പറഞ്ഞാൽ ആ ശുദ്ധബോധത്തിലേക്ക്, പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് യാത്ര ചെയ്തു ഹിപ്നോട്ടിക് ട്രാൻസിലൂടെ. അവിടെ ഞാനില്ല, എനിക്ക് ചുറ്റും ലോകമില്ല, എനിക്ക് സമയമില്ല, ഇതിനെല്ലാം അപ്പുറം ഞാൻ വെറും ഒരു ഊർജം മാത്രമാണ് എന്നുള്ള ആ ശൂന്യതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്താണ് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഊർജവുമായിട്ട് ബന്ധിക്കപ്പെടുന്നത്. അവിടെ നിങ്ങളുടെ ലോജിക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അപ്പോൾ ലോജിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ലോജിക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കും. ഇന്നു മുതൽ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാം. ചെറിയൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് ഒരു പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതുക. അതെന്തുമായിക്കോട്ടെ, ഒരു പുതിയ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടമായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിലെ വിജയമായിക്കോട്ടെ, ബന്ധങ്ങളിലെ തീവ്രത ആയിക്കോട്ടെ, ഊഷ്മളതയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ആ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് എഴുതുക. എന്നിട്ടത് മനസ്സിൽ ഉറപ്പിക്കണം. അതിനുശേഷം ഒരല്പസമയം ശാന്തമായിട്ട് കണ്ണുകളടച്ച് ഇങ്ങനെ ഇരിക്കുക. അതായത് ഒരു ധ്യാനാവസ്ഥയിലിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ഒന്ന് നിരീക്ഷിക്കണം. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വൈകാരിക ഭാവം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ കൃതജ്ഞതയും ഒക്കെ എന്തായിരിക്കുമോ അത്, ഈ ഒരു പ്രത്യേക കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമോ നിങ്ങളുടെ വൈകാരിക ഭാവം, അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ അനുഭവിച്ചറിയുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെക്കുറിച്ച് അല്പം പോലും പരാതിപ്പെടാതെ, നാളെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠകളോ ആകുലതകളോ ഒന്നുമില്ലാതെ, അതുപോലെ അത് എങ്ങനെ സംഭവിക്കുമെന്നുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം പ്രപഞ്ചത്തിനങ്ങ് വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ടുള്ളൊരു സമർപ്പണം അവിടെ കൊടുക്കുക. ആ ലക്ഷ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള വഴികൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ അത്ഭുതകരമായിട്ട് തുറന്നു തരും. ഈ ലോകം അദൃശ്യമായിട്ടുള്ള ഊർജങ്ങൾ കൊണ്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ഊർജവുമായിട്ട് എത്രമാത്രം അടുക്കുന്നുണ്ടോ, അത്രമാത്രം വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ആളുകൾ ചോദിക്കും, ഇത് ശൂന്യതയിൽ നിന്ന് പൊട്ടി വീണതുപോലെ ഉണ്ടല്ലോ എന്ന്. അതെ, അവിടെയാണ് ഈ മാജിക്ക് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ അപാരമായ ശക്തിയെ തൊട്ടുണർത്താൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങളുടെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള വലിയ വിജയങ്ങൾക്കായിട്ട് ഈ അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ഒരു തിരിച്ചറിവ് നൽകി എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വിധത്തിൽ ഉള്ള വീഡിയോകൾ നിരന്തരം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.